നമസ്കാരം. ഇന്ന് പഴമകൾ തേടിയുള്ള യാത്ര എത്തിച്ചേർന്നത് പാലക്കാട് ജില്ലയിലെ ആറങ്ങോട്ടുകര എന്ന ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ ഞാൻ കണ്ട ഒരു ക്ഷേത്രം, പ്രകൃതി ക്ഷേത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ ആരാധന വേറിട്ടതാണ്. മാധവി ലതയിൽ ദേവി ചൈതന്യം തുളുമ്പുന്ന ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രം. ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടത്രേ ഈ ക്ഷേത്രത്തിന്. വിഗ്രഹത്തിന് പകരം ആഴത്തിലുള്ള ഒരു ദ്വാരമാണ് ശ്രീകോവിൽ. അതിനടുത്തായി മാധവി ലത എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടി, വളരെ അപൂർവമായിട്ടുള്ളതാണത്. അത് പടർന്ന് പന്തലിച്ച് ശ്രീകോവിലിലും ചുറ്റുഭാഗത്തുമൊക്കെ നിലനിൽക്കുന്നു. ഇത് ഒരുപാട് പഴക്കമുള്ളതിനാൽ ഈ വള്ളിച്ചെടി ഇപ്പോൾ നിലവിൽ കാണുമ്പോൾ മരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. വേറൊരു കാര്യം, മഴക്കാലത്ത് ഈ ശ്രീകോവിലിലെ ദ്വാരത്തിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്നു. ആ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കപ്പെടുന്നു. വനദുർഗയാണ് പ്രതിഷ്ഠ. പിന്നെ വേറൊരു കഥകളും ഐതിഹ്യവും പറയുന്നത്, ആദ്യം ഇവിടെ കളിമൺ വിഗ്രഹമായിരുന്നു അത്രേ. അത് ഉടഞ്ഞ് പോയതിനെ തുടർന്ന് അത് ഉടഞ്ഞ സ്ഥലത്ത് മുളച്ചു പൊന്തിയതാണ് ഈ മാധവിലത എന്ന സസ്യം എന്നും പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും വിശ്വാസങ്ങളും പ്രകൃതിയും മനുഷ്യനും ഒന്നു ചേരുന്ന മനോഹരമായ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രം മനോഹരമായി നിലനിൽക്കട്ടെ. നന്ദി, നമസ്കാരം.